ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസം പോലെ തന്നെ മക്കളെല്ലാം സ്കൂളിൽ വിട്ടതിന് ശേഷം ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ചായക്ക് ഇന്ന് രാവിലെ ദോശയാക്കിനി. ഇത് വിറകെല്ലാം കത്തിച്ച് അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചതാണ്. അപ്പോൾ വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് നത്തൽ കൊണ്ടുവന്നതിന് ആ നത്തലെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. നത്തൽ മുറിച്ചെടുത്തതിന് ശേഷം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുത്തരക്കാൻ വേണ്ടിയിട്ടുള്ള നോക്കലാന്നേ. തേങ്ങയും ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കറിവേപ്പിലയും ഉലുവയും എല്ലാം കൂടിയിട്ടാണ് ഞാൻ വറുക്കൽ സാമ്പാറിന്. എൻ്റെ അമ്മ പണ്ടേ ഇങ്ങനെ വറുത്തിട്ടാണ് ഞാൻ കാണല്. അപ്പോൾ ഞാൻ ചെറുതിലേ ഇങ്ങനെ അമ്മ ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ അത് മണക്കുമ്പം തന്നെ അത് വറുക്കുമ്പം തന്നെ ഒരു നല്ല സ്മെല്ലടിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുന്നത്. ഇതെല്ലാം മല്ലിപ്പൊടിയും മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് അങ്ങനെ എല്ലാം കരിയാണ്ട് ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തണിയാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ ഇത് നമ്മളെ അടുപ്പിൽ തന്നെ ചോറ് വാർത്തതിന് ശേഷമില്ലേ, റേഷൻ അരി ഇട്ടുകൊണ്ട് വേഗം വെന്തിനട്ടാ. വാർത്തതിന് ശേഷം അതിൽ തന്നെ മൺകലത്തിൽ ഇന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തോ ഒരു തോന്നൽ. അപ്പോൾ ഇത് നല്ല പുതിയൊരു മൺകലം ഉണ്ടായിനട്ടാ. അതെടുത്ത് നല്ല വൃത്തിക്ക് കഴുകി അതിൽ പരിപ്പെല്ലാം ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ വേവിക്കാൻ വെച്ചു. ഈ ചുവന്ന പരിപ്പില്ല, അതുകൊണ്ട് വേഗം വെന്തിനട്ടാ. പിന്നെ തക്കാളി എല്ലാ കഷ്ണങ്ങളും ഇട്ടു കേട്ടോ. അധികം കഷ്ണമുള്ള ഇങ്ങനെ ഇല്ല കേട്ടോ. ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളി, പച്ചമുളക് അങ്ങനെയുള്ള കുറച്ച് കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് പുളിയും പിഴിഞ്ഞൊഴിച്ചിട്ട് വേവിക്കാൻ വെച്ചേ. പരിപ്പൊന്ന് ഉടഞ്ഞതിന് ശേഷം കേട്ടോ അതും കൂടി കഷ്ണമിട്ട് പുളിയും അരച്ചിട്ട് എടുത്തിട്ട് ഇനി അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കത്തി തളച്ച് വേവട്ടെ. നമ്മളങ്ങനെ പറയില്ല കേട്ടോ, കത്തി തളച്ച് വേവലിന്ന് നമ്മളെ ഒരു ഭാഷയാണ്. അപ്പോൾ ഉപ്പെല്ലാം നോക്കുക, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റല്ലേ ഈ മൺകലത്തിൽ ഉണ്ടാക്കിയാൽ. അതും വറുത്തരച്ച സാമ്പാർ എനിക്ക് ഭയങ്കര പണ്ടത്തെ നമ്മളെ ഒരു അമ്മയെല്ലാം ഉണ്ടാക്കി തരുന്ന ഒരു ഓർമ്മയാണ്. അതിൻ്റെ ഒരു മണം നമുക്ക് അടിക്കുമ്പോൾ തന്നെ. അപ്പോൾ പണ്ടിൽ വരുന്ന സാമ്പാർ പൊടിയൊന്നും ചേർക്കൂല, ഞാൻ കുറച്ച് സാമ്പാർ പൊടി കൂടി ചേർത്തിനെ. അപ്പോൾ അതിൽ തന്നെ കായത്തിൻ്റെ ആ ഒരു മണെല്ലാം ഉണ്ട് കേട്ടോ. എന്നാലും ഞാൻ ലാസ്റ്റ് കായം ചേർക്കുന്നുണ്ട്. കായപ്പൊടിയായതുകൊണ്ട് ലാസ്റ്റ് ഇട്ടാൽ പോരെ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. എനിക്ക് ഈ മല്ലിയിലിട്ട സാമ്പാർ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണ്ട കഷ്ണമെല്ലാം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. പച്ചക്കായ ഇട്ടിന്, പച്ചക്കായ സാമ്പാറിലിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം ഒന്ന് പിടിക്കാണ്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ കത്തിച്ചിട്ട് അടച്ച് വെക്കുക. അപ്പോൾ ഞാനിവിടെ 2-3 പച്ചക്കായ് നേന്ത്രക്കായ് എടുത്തിട്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഉള്ളിയും എല്ലായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ വേവിക്കാൻ വെച്ചിന്. അപ്പോൾ അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്തിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അവസാനം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം അത്ര കേട്ടോ. അതാ പച്ച വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിക്കുന്നത്ര. എന്നിട്ട് നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം. പിന്നെ നമ്മളെ സാമ്പാറില്ല, അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൽ കായപ്പൊടി ഇതാ ലാസ്റ്റാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ഇപ്പം ഇടുന്നത്. അപ്പോൾ ഒന്നും കൂടി ഉപ്പെല്ലാം നോക്കുകയെന്നേ, ഉപ്പുണ്ടോ എന്ന് നോക്കുകയെന്ന്. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വേണം നല്ല മണ്ണടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് കായപ്പൊടി കൂട്ടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. നല്ല അടിപൊളി സാമ്പാർ റെഡി കേട്ടോ. അതിന് ശേഷം ഞാൻ അതിലേക്ക് വറുത്തിടണ്ടേ. അതിന് കടുവും കറിവേപ്പിലയും കൂടി വേണമെങ്കിൽ ചുവന്നുള്ളിയും കൂടി വറുത്തിടുക. ഇപ്പം ഞാൻ ചുവന്നുള്ളി എടുത്തിട്ട് കടുവും കറിവേപ്പിലയും മാത്രം വറവാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. ചോറുണ്ണാനാകുമ്പോൾ എടുത്താൽ പോരെ. കുറച്ച് സമയം കഴിഞ്ഞാടും 1.5 മണിക്കൂർ കൂടി കഴിഞ്ഞാടും നമുക്ക് ചോറുണ്ണാനായി. അപ്പം മീൻ പൊരിക്കാനുണ്ട് നത്തൽ. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നത്തലും കൂടി ഇട്ട് കൊടുത്ത് നമുക്കതിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷമായിട്ട് കാണുന്നത് വരെ ബൈ.